മൈതാനങ്ങളിൽ അത്ഭുതം കാട്ടുന്ന കാൽപന്ത് താരങ്ങളുടെ കാലുകളിലേക്ക് ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ് അഡിഡാസ് എത്തിച്ചിരിക്കുന്നത്. ട്രയോണ്ട കഴിഞ്ഞ 2022 ലോകകപ്പിൽ ആദ്യമായി പന്തുകളിൽ മോഷൻ സെൻസറുകൾ ഘടിപ്പിച്ച് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചവർ ഇത്തവണ അതിനേക്കാൾ കരുത്തുറ്റതും കൃത്യതയാർന്നതുമായ അഗ്രഗണ്യനെയാണ് മൈതാനത്ത് ഇറക്കുന്നത്. സാങ്കേതികമായി ഇതൊരു പന്ത് മാത്രമല്ല, മൈതാനത്തെ ഓരോ ചലനവും തത്സമയം ഒപ്പിയെടുക്കുന്ന ഒരു ട്രാക്കിംഗ് ഡിവൈസ് തന്നെയാണ്. റിയൽ ടൈം ലൊക്കേഷൻ ട്രാക്കിംഗ് സ്പെഷ്യലിസ്റ്റുകളായ ജർമ്മൻ കമ്പനി കൈനെക്സണുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായ 500 ഹെർട്സ് ഇന്റേണൽ മോഷൻ സെൻസറാണ് ഇത്തവണ പന്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. മൈതാനത്തിന് ചുറ്റുമുള്ള 12 അത്യാധുനിക ട്രാക്കിംഗ് ക്യാമറകളുമായി കണക്റ്റഡായ പന്ത് ഓരോ സെക്കൻഡിലും 500 സിഗ്നലുകളാണ് ട്രാക്കിംഗ് സിസ്റ്റത്തിലേക്ക് കൈമാറുക. വീഡിയോ അസിസ്റ്റന്റ് റഫറി സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുന്ന പന്തിന്റെ സ്ഥാനം, വേഗത, ദിശ, കളിക്കാരുടെ ചലനമടക്കം ഡേറ്റയാകും. സെൻസർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലുകളുമായി സിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്നതിനാൽ ഓഫ് സൈഡ് തീരുമാനങ്ങളും ഹാൻഡ് ടച്ച് അപ്പീലുകളും ഒക്കെ ഇത്തവണ വാർ സിസ്റ്റം കൃത്യമായി കണ്ടുപിടിക്കും. കണക്റ്റഡ് ബോൾ ടെക്നോളജി എന്നാണ് ഇതിന് ഫിഫ നൽകിയിരിക്കുന്ന പേര്. പന്തിന്റെ മധ്യഭാഗത്ത് വെറും 14 ഗ്രാം മാത്രം ഭാരമുള്ള ഈ മിനി സെൻസർ എത്ര ശക്തമായ ഷൂട്ടും താങ്ങും. സ്മാർട്ട് ഫോണും സ്മാർട്ട് വാച്ചും ഒക്കെ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ട്രയോണ്ടയും മത്സരങ്ങൾക്ക് മുൻപ് പ്രത്യേക ഡോക്കുകളിൽ വെച്ച് ചാർജ് ചെയ്യും. ഒരു തവണ ചാർജ് ചെയ്താൽ 6 മണിക്കൂർ വരെ ഈ പന്ത് തടസ്സമില്ലാതെ ഉപയോഗിക്കാനാവും. ഒരു കളിയിലേക്ക് മാത്രം 15 മുതൽ 20 പന്തുകൾ വരെ ചാർജ് ചെയ്ത് തയ്യാറാക്കി വെക്കാനാണ് ഫിഫയുടെ തീരുമാനം. ട്രയോണ്ട എന്ന സ്പാനിഷ് വാക്കിനർത്ഥം 3 തിരമാലകൾ എന്നാണ്. ചരിത്രത്തിൽ ആദ്യമായി 3 രാജ്യങ്ങൾ സംയുക്തമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിനെ പ്രതിനിധീകരിക്കാനാണ് അഡിഡാസ് ഈ പേര് തിരഞ്ഞെടുത്തത്. പന്തിന്റെ ഡിസൈനിലും 3 രാജ്യങ്ങളുടെ സാന്നിധ്യമുണ്ട്. ചുവപ്പ്, പച്ച, നീല നിറങ്ങളിലുള്ള പന്തിൽ ചുവന്ന മേപ്പിൾ ഇല കാനഡയെയും, പച്ച ഈഗിൾ മെക്സിക്കോയെയും, നീല നക്ഷത്രം US-നെയും പ്രതിനിധീകരിക്കുന്നു. കേവലം 4x4 പോളിയുറേത്യൻ പാനലുകൾ തെർമൽ ബോണ്ടിംഗ് ചെയ്ത് യോജിപ്പിച്ചാണ് ട്രയോണ്ട നിർമ്മിച്ചിരിക്കുന്നത്. ലോകകപ്പ് പന്തുകളിൽ പാനലുകളുടെ എണ്ണം ഏറ്റവും കുറവുള്ളതും ട്രയോണ്ടയ്ക്കാണ്. സാങ്കേതിക വിദ്യയുടെ ഈ അത്യപൂർവ സങ്കലനം ഫുട്ബോൾ ലോകത്തെ എങ്ങോട്ടേക്കാണ് നയിക്കുക? മനുഷ്യ സഹജമായ പിഴവുകൾ കാരണം ഭാഗ്യനിർഭാഗ്യങ്ങളും മത്സരഫലങ്ങളും മാറിമറിയുന്ന പഴയ കാലത്തിന് ട്രയോണ്ട പൂർണ്ണ വിരാമമിടുമോ? പുതിയ സാങ്കേതിക വിദ്യയെ കളിക്കളവും ആരാധകരും എങ്ങനെ നെഞ്ചിലേറ്റും? നമുക്ക് കാത്തിരുന്ന് കാണാം.